നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി എന്ന സംഘടനയ്ക്കെതിരെ ചിലർ വ്യാജ വാർത്തകൾ ചമയ്ക്കുകയാണെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും പ്രശ്ന പരിഹാരത്തിനായി 1983 ഓഗസ്റ്റ് 5 രൂപീകരിച്ചതാണ് നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി. നേരത്തെ സംഘടനയിൽ പ്രവർത്തിക്കുകയും പിന്നീട് വേർപിരിയുകയും ചെയ്ത ചിലരുടെ നേതൃത്വത്തിലാണ് സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്ത് യൂണിറ്റുകൾ വരെയുള്ള മുഴുവൻ ആൾക്കാരും ഈ സംഘടനയിൽ അണിചേർന്ന് പ്രവർത്തിക്കുന്നു. വലിയ പ്രതീക്ഷയാണ് ഈ സംഘടനയിൽ മുൻ സൈനികരും അവരുടെ ആശ്രിതരും ഈ സംഘടനയിൽ കാണുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ദുരുദ്ദേശത്തോടുകൂടി ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആണ് അല്ലെങ്കിൽ യൂണിറ്റ് പ്രതിനിധിയാണെന്ന് പറഞ്ഞിട്ട് 2-3 പേര് ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് ഒന്ന് വിജയൻ പാറാളി എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം എവിടെയെങ്കിലും പോയി നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ പിടിച്ച് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത് പത്രവാർത്തയാക്കിയിടുന്നു. അതിൽ നമ്മുടെ അണികൾക്കും ഒക്കെ വലിയ അരോചകത്വം ഉണ്ട്. സംഘടനയിൽ സ്ഥാപിത താൽപ്പര്യങ്ങൾ നടത്താൻ കഴിയാതെ പുറത്തുപോയ വിജയൻ പാറാലിയാണ് ഇത്തരം പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് അവർ ആരോപിച്ചു. സംസ്ഥാന സെക്രട്ടറി, ജില്ലാ ഭാരവാഹികൾ എന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പേരിൽ വ്യാജമായാണ് വിജയൻ പാറാലി പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച 5 വിമുക്ത സംഘടനകളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയാണ് നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി. സംഘടനയെ തേജോവധം ചെയ്യുന്നതിനാണ് വ്യാജന്മാർ പ്രവർത്തിക്കുന്നത്. ജഗൻ റെഡ്ഡി നാഷണൽ ചെയർമാനും ചഞ്ചൽ കുമാർ മിത്ര കേന്ദ്ര ജനറൽ സെക്രട്ടറിയായും സീനിയർ വൈസ് ചെയർമാനായ കേരളത്തിൽ നിന്നുള്ള VS ജോണുമാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത്. MP ഗോപിനാഥ് സംസ്ഥാന പ്രസിഡന്റായും KM പ്രതാപൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന കേരള ഘടകവുമുണ്ട്. ഇതിൽ കീഴിൽ മൈക്കിൾ ചാണ്ടി കൊല്ലിക്കൽ പ്രസിഡന്റായും ലക്ഷ്മണൻ പുന്നാട് സെക്രട്ടറിയായും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. സംഘടനയുടെ കീഴിൽ വിവിധ പഞ്ചായത്ത് തല യൂണിറ്റുകളും പ്രവർത്തിച്ചു വരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ NV തോമസ്, മൈക്കിൾ ചാണ്ടി കൊല്ലിക്കൽ, K നാരായണൻ, PV രാജൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.